ഇന്ന് ഈ വനിതാ ദിനത്തിൽ എനിക്കൊപ്പം ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഇനി ഈ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഫ്ലോറിൽ ഒരു അത്ഭുതം കാണിച്ചു തരാമെന്ന്. അതെ, ആ അത്ഭുതം എനിക്കിപ്പോൾ ഉണ്ട്. മറ്റാരുമില്ല. ഞാൻ പ്രത്യേകിച്ച് പേര് പറഞ്ഞൊന്നും വലിയ ഇൻട്രോ ഒന്നും തരണ്ട. എല്ലാ മനുഷ്യർക്കും, എല്ലാ മലയാളികൾക്കും മാത്രമല്ല, ഫാൻ ബേസ് കേരളം കടന്നും നമ്മളെ കടൽ കടന്നും ഒക്കെയും അപ്പുറത്തുണ്ട്. കൂടുതൽ ഇൻട്രോ പറഞ്ഞാൽ മോശമാക്കുന്നില്ല. നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട അഭയ ഹിരൺമയി. ഹായ് അഭയ. ഹലോ, സച്ച് എ പ്ലഷർ. വുമൻസ് ഡേ. ഹാപ്പി വുമൻസ് ഡേ ആൻഡ് വെൽക്കം ടു ഹലോ മലയാളം. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ, ഞാൻ അഭയുടെ ആക്ച്വലി ഭയങ്കര നല്ല ഫാനാണ്. എനിക്ക് പാട്ട് മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും ഈ കോസ്റ്റ്യൂം ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഫോളോവറാണ് തുടക്കം തൊട്ട് തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു ഇന്ന് ഏത് സാരി ആയിരിക്കും കൊടുക്കുക. ഞാനിന്ന് രാവിലെ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, അവിടെ കോസ്റ്റ്യൂമിൽ പറയുന്നത് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് അഭയ ഫ്ലോറിൽ വരും. അഭയ പറയുമ്പോഴത്തേക്കും ഏത് സാരി ആവോ കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഇന്നൊരു സാരി നിൽക്കാന്ന്. അപ്പം എന്നെ വിസ്മയിപ്പിച്ച് വേറൊരു കിടന്ന ഔട്ട്ഫിറ്റിലൊക്കെ. എപ്പോഴും എനിക്കൊരു ബ്രാൻഡുണ്ട്, ഹിരൺമയം എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. എപ്പോഴും ഞാൻ സാരിയിലാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ബ്രാൻഡിന്റെ ആവശ്യത്തിനായിട്ട് ഇന്ന് വിമൻസ് ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചു സൽവാറിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയത്. അപ്പം കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഞാനേ ഒരു കാര്യം പറയട്ടെ. അവളുടെ പാതയിൽ ആർക്കും എത്താൻ സാധിക്കാത്ത സ്ത്രീയായി അവൾ മാറിയിരിക്കുന്നു. അവൾ ഒറ്റയ്ക്കാണ്, അവളൊരു അത്ഭുതവും. അവൾ സ്വയം സ്നേഹിക്കുന്നു, അതിന്റെ തിളക്കം അവിടെ കാണാനാകും. ഇത് ആര് പറഞ്ഞതാ? ആരാണ് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ എനിക്ക്. എനിക്കറിയില്ല. അഭയുടെ തന്നെ ഇൻസ്റ്റാ പോസ്റ്റിലെ വരികളെ ഞാൻ മലയാളീകരിച്ചതാണ് ഇതിനെ. ഓ, അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇത് ഏതോ സമയത്ത് എഴുതി കൂട്ടിയതായിരിക്കും ഞാൻ. ഇത് ഈ ഒരാള് നമ്മള് സ്വയം മോട്ടിവേറ്റ് ആവാനല്ല, ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ തക്ക വരികളാണ് ഇതിലുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്യാറില്ല. ഞാൻ എനിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് മാത്രമുള്ളതാണ്. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്, ഞാൻ അടക്കം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു വനിത, ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് കരുത്തോടെ തലപ്പൊക്കത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വഴി വെട്ടി സഞ്ചരിക്കുക, അത് ഒരു ചാലഞ്ചിങ് ആണോ? പിന്നെ വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ഇസ് വളരെ പട്രിയാർക്കൽ ആയിട്ടൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ മാറ്റത്തിൻ്റെ കൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമുക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതുണ്ട്. ഈ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരു നിലപാട് പറയുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു സ്ത്രീ, അവരിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ ഇപ്പം വേണ്ട നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, ഇപ്പം ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ട് സംസാരിക്കുന്നു, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് പേര്. അതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സമൂഹമൊക്കെ കുറേ ചേഞ്ച് ആയെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയും കുറേ പേര് ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വനിതാ ദിനം കൊണ്ട്, അല്ലെങ്കിൽ വനിതാ ദിനത്തിൽ ഇപ്പം വനിതകളെ ഈ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ന് വനിതാ ദിനം എന്ന് പറയുന്നവർ പോലും ഒരു മറുവശത്ത് ഈ രീതിയിൽ സൈബർ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വനിതകൾ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ട്. കാരണം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഏത് സ്ഥലത്ത് നിൽക്കണം. ഇപ്പോഴും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുരുഷ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമായിട്ട് മാറും. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനൊരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറുന്നൊരു സമയം ഉണ്ടാവും. നല്ല പ്രതീക്ഷയാണ് അത് മാറും എന്നുള്ളത്. അങ്ങനെ ഉണ്ടാവട്ടെ. ഇപ്പം അഭയെ കാണുമ്പോഴത്തേക്കും, അഭയ ഇപ്പം ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര വലിയ ഫോളോവർ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ നേരിട്ട് കാണണമെന്നില്ല, എല്ലാ കാര്യങ്ങളും അറിയാം. അതിപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും എങ്ങനെയാണെന്നും എവിടെ പോകുന്നു, എന്തൊക്കെയാ പുതിയ ഡ്രസ്സ്, എല്ലാം ഇപ്പം എന്നെ പോലെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പം അഭയെ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ജീവിതത്തോടുള്ള പ്രണയം, പാട്ടിനോടുള്ള പ്രണയം, രണ്ടുമുള്ള ഒരു വ്യക്തിയാണെന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ വളരെയധികം നമ്മളെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ലൈഫ് ഇപ്പോൾ ഉണ്ടായ ലൈഫിനെ കുറിച്ചിട്ട് നമ്മൾ അഭിമാനത്തോടെ നോക്കിക്കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അഭയെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു പാട്ടായാലോ? ഒരു പാട്ടോട് കൂടി തുടങ്ങാം അല്ലേ? ഞാനിപ്പോൾ പെട്ടെന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. തരുണീ ഞാൻ എന്തു ചെയ്വോ ഹന്ദമ ദയിതനെന്നെ മറന്നു തരുണീ ഞാൻ എന്തു ചെയ്വോ ഹന്ദ
ദയിതനന്നെ മറന്നോ. ഊഫ്, എൻ്റെ അമ്മേ, വല്ലാത്ത ഫീൽ. താങ്ക് യു സോ മച്ച്. ഈ നമ്മളെ ഇപ്പം അഭയയുടെ പാട്ടുകളിലേക്ക് വരുമ്പം ആദ്യം തന്നെ ഭയങ്കര യുണീക്കായിട്ടൊരു ശബ്ദമാണ്. ഇങ്ങനത്തെ ഒരു ശബ്ദം വേറെ ആരിലും കേട്ടിട്ടില്ല. ഇപ്പം ഇതേപോലെ കനിമൊഴിയേ മുല്ലേ, അതിലെനിക്ക് ആ മറ്റേ മുല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര രസം അത് കേൾക്കാനായിട്ട്. നമ്മൾ അങ്ങനെ കേൾക്കാത്തൊരു യുണീക്ക് വോയിസ് ആണ്. ഇപ്പം വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബപരമായിട്ട് തന്നെ സംഗീതം തുടക്കത്തിലേ ഉണ്ട് അല്ലേ? അതെ അതെ. അമ്മ മ്യൂസീഷ്യനാണ്. വളരെ 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 വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ. അപ്പോൾ അച്ഛൻ ദൂരദർശനിലായിരുന്നു, അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായി. അച്ഛൻ ഐസ് നോമോ, വല്യച്ഛൻ, അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ജനറ്റിക്കലി ഇറ്റ്സ് അങ്ങനെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ കുഞ്ഞിലെ തന്നെ പാട്ട് പഠിച്ച്? ഇല്ല, ഞാൻ കുഞ്ഞിലെ പാട്ട് പഠിച്ച വ്യക്തിയല്ല. ഞാൻ മദർ ഒന്നാമത് പഠിപ്പിക്കത്തില്ല. ഇത് ഞാനും കൂടെ അടിയാവും, പ്രശ്നത്തിലാവും. അതുകൊണ്ട് വല്യച്ഛനിൽ നിന്ന് എല്ലാം ജ്ഞാനമാണ്, കേട്ടുകേൾവിയാണ് ഉള്ളത്. അപ്പോൾ കേട്ട് വന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ എത്തിയ സമയത്ത് പാട്ട് മുഖ്യമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അപ്പം തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അത് പാട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പഠിച്ചു. ബേസിക്കലി നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ മാത്രം അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഓക്കെ. ഈ ഞാൻ ഒരു പാട്ടുകാരി ആവാം, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പാട്ടാണ് എൻ്റെ ഒരു വഴി എന്നൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ തുടങ്ങിയത് എപ്പോൾ തൊട്ടാ? അതായത് ഇപ്പോൾ പേഴ്സൺ ഓഫ് മെനി ടാലൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് എഴുത്തും വായനയോടും ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ കേരള നടനം ഒരുപാട് വർഷം പഠിച്ചതാണ്. അത് പെർഫോം ചെയ്യുമായിരുന്നു. പാട്ട് ഞാൻ പാടുമായിരുന്നു. ബട്ട് അതൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പാർട്ട്ണർ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ പാർട്ട്ണർ ഒരു മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയൊരു കഴിവ്, അത്ര നന്നായിട്ട് പാടുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് ഏറ്റെടുത്ത് അത് നന്നായിട്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് പാടി തുടങ്ങിയ സമയത്താണ് ഞാൻ അത് കൊള്ളാമല്ലോ, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ മേഖലയിലേക്ക് വരുന്നു. ഓക്കെ, അടിപൊളി. ഇപ്പം അഭയയുടെ ഇപ്പം ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ഖൽബിലെ പാട്ട്. അപ്പം അതിൽ തന്നെ ഒരു വരിയുണ്ട്, വേണേ കണ്ടോടി. അപ്പം ഇത് ഈ ചില സൈബർ അറ്റാക്കുകളുടെ എപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ സമയം നേരിട്ടുള്ള ഒരാൾ കൂടിയാണ് അഭയ. പക്ഷേ ഇപ്പം ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും, ഇപ്പം നമ്മുടെ കമന്റ് സെക്ഷൻസ് വായിക്കും. അപ്പം അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചെറുതായിട്ട് ഒരു മോശം കമന്റ് പറയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ മൊത്തം അങ്ങ് മൂടും. എന്താ ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ. അപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഇപ്പം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ, അപ്പം ഈ നിരന്തരം കണ്ടുകൊണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേപോലെയാണല്ലോ നിൽക്കാറ്. ഇമോഷൻസ് എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മളിനി എത്ര മനസ്സ് കല്ലാക്കി വെക്കാന്ന് വെച്ചാൽ, നമ്മൾ എത്ര ചിരിച്ചാലും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതെന്ത് ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞില്ലേ, ഇത് കാണ്ടമായിട്ട് പിന്നെയും അവരിട്ടുണ്ട് എന്നിരിക്കാന്ന് വിചാരിക്കും. പിന്നെ ചില സമയത്ത് നമുക്ക് സമയം ഉള്ളപ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. സമയം ഇല്ലാത്ത സമയത്ത് ഇവർ എന്ത് കമന്റ് ഇട്ടാലും എന്തോ കണ്ടിട്ടുണ്ട്, ആ വഴിക്കങ്ങ് പോകും. സോ മേക്ക് യുവർ സെൽഫ് ബിസി, മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ എവറി ടൈം എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പൊ അതിലെ വരി ഇപ്പം വേണേ കണ്ടോളി അങ്ങനെ ആരോടെങ്കിലും എപ്പോഴെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടോന്നാ? അല്ല, ഇന്നലെയും ഞാൻ ആർക്കോ കമന്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ബിഹേവ് യുവർ സെൽഫ്, അതർവൈസ് യു വിൽ ഡയറക്ട്ലി ഗോ ടു മൈ ബ്ലോഗ്, സോ ബിഹേവ് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ മീൻ ഓൺ ദ കമാൻഡ്. സോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ തീർത്തും മിണ്ടാതിരിക്കാറില്ല. ഇടയ്ക്ക് സമയത്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോകും. ആ സമയത്തൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കുറച്ച് സമയമുണ്ട്. വീട്ടില് അമ്മ, അനിയത്തി ആൻഡ് മൈ സിസ്റ്റർ ഈസ് മാരീഡ്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ. അപ്പം കുടുംബത്തിൽ 3 സ്ത്രീകളാണ് നിങ്ങള്? അതെ. അച്ഛൻ ഒരു പുരുഷൻ മാത്രം, ബാക്കി 3 സ്ത്രീകളാണ്. അപ്പൊ ഈ വനിതാ ദിനമൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാ? ഇപ്പം അഭയയുടെ അമ്മയുടെ ഒക്കെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയൊക്കെ ഭയങ്കര പ്രൗഡാണ്, മകളിൽ 2 മക്കളിലും പ്രൗഡാണ്. അതൊക്കെ അമ്മയുടെ ഇന്റർവ്യൂകളിൽ തന്നെ കേൾക്കാം. അപ്പം ഈ അമ്മയിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമ്മയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളും അമ്മയിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. കാരണം മദർ എന്ന് ഇപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ മദേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പെട്രിയാർക്കിക്കൽ സാധനം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിനെ ഉടച്ച് വന്നിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ എൻ്റെ അതേ സ്പേസിൽ നിൽക്കുന്നവർ. അപ്പോൾ എന്താണോ പഠിക്കേണ്ടത്, എന്താണ് അൺലേൺ ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടുണ്ട്. ഈ ലേൺ ചെയ്ത കാര്യങ്ങളൊക്കെ, അമ്മയുടെ നിന്ന് ലേൺ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി ലൈഫിൽ
കൊടുത്തപ്പോൾ അതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന വീഴ്ചയും അതല്ലാതെ അവിടെ നിന്ന് അൺലേൺ ചെയ്ത് വന്ന കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ്ഡ് ആണ്. ദർ ഇസ് ഗുഡ് തിങ്സ് ആൻഡ് ദർ ഇസ് ബാഡ് തിങ്സ്. സോ യാ, ഇപ്പോൾ ആ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് വേറെ എന്താ പറയുക, വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ദേ ഹാവ് ടു ഫോളോ എ പട്രിയാർക്കിക്കൽ തിങ് എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് കുറച്ചും കൂടെ ഉടച്ച് പുറത്തോട്ടേക്ക് വരാനുള്ള സ്പേസ് കൂടുതലാണ്. അതെ 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 അതെ, കറക്റ്റാണ്. നമ്മൾ ഈ പാട്ടിലേക്ക് ബാക്ക് ടു വരികയാണെങ്കിൽ ഇപ്പം എനിക്ക് അഭയപാടയിൽ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് ഈ കനിമൊഴിയെ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിൻ്റെ 2 വരിയും കൂടി ആവാം. കനിമലരെ മുല്ലേ നിന്നെ നീ തനിയെ വെയിലകലെ മാഞ്ഞേ നിന്നെ വേർപിരിയേ ഇനിയകലെ പോകെ താനേ തേങ്ങരുതേ തളരരുതേ. ഇത് ഞാൻ പാടിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് പാടാൻ പറ്റിയൊരു പാട്ടാണത്. ആൻഡ് അഗെയിൻ വളരെ ആസ്വദിച്ച് പാടിയൊരു പോർഷനും കൂടെയാണ്. നല്ല സിനിമയുമാണ്. 2 countries is one of the best films. അത് ഇരുന്നിരുന്ന് കണ്ട് ചിരിച്ച് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ആ പോർഷൻസും ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ചിരിക്കും, പിന്നെയും വന്നിരുന്ന് പാടും, ചിരിക്കും, പിന്നെയും വന്ന് അതൊരു അൺബിലീവബിൾ സിനിമയായിരുന്നു. സോ ഇറ്റ് വാസ് ഫൺ. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ നമ്മുടെ സ്പെക്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും പലപ്പോഴും മാധവിക്കുട്ടിയുടെ ഒക്കെ ഉപമിക്കാറുണ്ട്. കാണാറുണ്ടോ? പോസ്റ്റ് കാണാറുണ്ടോ? പിന്നെ ആരൊക്കെയോ എഴുതി വിടാറുണ്ട്. കാരണം മാധവിക്കുട്ടിയുടെ ഛായ ഉണ്ടെന്ന് പറയാറുണ്ട്. അതെ, കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കമ്പയർഡ് ടു എ ലെജൻഡറി വുമൺ എന്ന് പറയുമ്പോൾ സന്തോഷം. സത്യം. ഇതിനിടയ്ക്ക് അഭിനയത്തിലേക്കും ഒരു ചുവടൊക്കെ വെച്ചു. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? പണി ജോജു വിളിച്ചിട്ട് പോയി ചെയ്ത പടമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വളരെ ഹെസിറ്റൻ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു മുഖം എനിക്കുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതിനെ നോക്കാൻ അതിനുവേണ്ടി ശ്രമിക്കാൻ ഞാൻ ഇന്നേ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജൂജു ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തതാണ്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അതിന് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ നഷ്ടമായിരുന്നു തന്നെ. കാരണം ആ ഒരു പെർസ്പെക്റ്റീവും ആ ഒരു മേഖലയും അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രസം എന്താന്നുള്ളത് ആ പടം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് ആയിരുന്നു പണിയുടേത്. അതെ, നല്ല സിനിമയായിരുന്നു. വേറെ ഓഫറൊക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അഭിനയിക്കാനുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സൈഡിൽ കൂടെ നമുക്ക് സ്റ്റേജ് ഷോസ് കൊണ്ടുപോകണം, പാട്ട് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ ഇതും കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓരോ സിനിമകളിൽ പാടുന്നു. അതിനപ്പുറം ചില ഗാനമേളകളിൽ ചിലപ്പോൾ വല്ലപ്പോഴും കണ്ടാലായി അങ്ങനെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്റ്റേജ് ഷോകളുടെ കൂടെ കാലമാണ്. ഇതെല്ലാവരും പെർഫോമേഴ്സ് ആണ്. ഇപ്പം സിംഗറായിട്ട് മാത്രം ഒതുങ്ങുന്നവരല്ല, പെർഫോമേഴ്സ് കൂടിയാണ്. അപ്പം അഭയക്ക് 2 എക്സ്പീരിയൻസിലാണ്. പിന്നെ മാത്രമല്ല ഇപ്പം ഒരു ബാൻഡ് ഉണ്ട് അല്ലെ, ബാൻഡ് ഉണ്ട്, അതിനെ നയിക്കുന്ന ആളാണ്, ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഇത് തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്താ തോന്നാറുള്ളത്? സ്റ്റേജും ഞാൻ സ്റ്റേജ് ഷോസ് തുടങ്ങിയിട്ടൊരു 3 years ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഫുൾ ആൻഡ് ഫുള്ളി ഒരു സ്റ്റുഡിയോ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റേജിലേക്ക് ഉണ്ടാവുന്ന ഒരു വ്യത്യാസം വളരെ ഭീകരമായ വ്യത്യാസമാണ്. കാരണം പലപ്പോഴും എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നവരൊക്കെ പലപ്പോഴും സ്റ്റേജിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് വന്നവരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എനിക്ക് സ്റ്റേജിൻ്റെ പാടുന്ന എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യുന്നതാണെങ്കിലും ആൾക്കാരോട് പെർഫോം ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു 10 സ്റ്റേജൊക്കെ അങ്ങനെ പെർഫോം ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നവരാണ് നല്ല പെർഫോമേഴ്സായിട്ട് മാറുന്നത്. സോ ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്. നമുക്ക് എത്ര വേണം റീടേക്ക് എടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടേതായ രീതിക്ക് പാടി അതിനെ ഫലിപ്പിക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജിൽ അങ്ങനെയല്ല. സ്റ്റേജിൽ വി ഹാവ് ടു ബി പെർഫെക്റ്റ് ഇനഫ് ടു അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യടി വാങ്ങുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു പോയിന്റിൽ നിൽക്കുക തന്നെ വേണം എപ്പോഴും. ഒരുപാട് ഘടകങ്ങളൊപ്പം ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. മറ്റതാകുമ്പോഴത്തേക്ക് ശ്രുതിയൊക്കെ കേട്ട് പാടാം. മറ്റത് ഈ സ്റ്റേജിലെ പെർഫോമൻസിൻ്റെ പ്രശ്നമാണോ ഇതിനിപ്പോൾ ശ്രുതി പോയി എന്ന് തന്നെ വിചാരിക്കുക. ശ്രുതി പോയി, നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നം വന്നിട്ട് ഞാനൊരു സ്റ്റേജ് ഷോ കോട്ടയത്ത് ചെയ്ത സമയത്ത് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് പോയിട്ടാണ് ആ ഷോ ചെയ്യുന്നത്. അപ്പോൾ തൊണ്ടയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പാടുന്ന സമയത്തൊക്കെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് വെള്ളി വീഴുന്നുണ്ടായിരുന്നു.
അത് നമുക്ക് അവരോട് പറഞ്ഞ് നമുക്കൊരു ജസ്റ്റ് ഒന്ന് പറയാം, അതായത് എനിക്ക് തൊണ്ട വയ്യ എന്നിട്ടാണ് ഞാൻ പാടുന്നതെന്ന് പറയാം. പക്ഷെ അത് എപ്പോഴും ഒരു 1 hour ഷോയ്ക്ക് അവർ ഓർക്കണം എന്നില്ല. അപ്പോൾ വെള്ളി വീഴും, മറ്റത് വീഴും, പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമ്മൾ ആസ്വദിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ രീതിക്ക് ആസ്വദിച്ച് നമ്മൾ സ്റ്റേജിൽ പാടിക്കഴിയുമ്പോൾ അവരത് ആസ്വദിക്കും എന്നുള്ളതാണ്. അത് എത്ര വയ്യ എന്നുണ്ടെങ്കിലും അവരത് സ്വീകരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുക. നമുക്ക് വേണ്ടി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും. ഈ സ്റ്റേജ് ഷോയിൽ പോകുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ്യൂമിന് നല്ല പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായിട്ടും. എങ്ങനെയാ അതിന്റെ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട് മൈ സ്റ്റേജ് പ്രസൻസ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ക്വീനായിട്ട് കാണണം. സ്റ്റേജിൽ എപ്പോഴും ഒരു ക്വീനായിരിക്കണം. ക്വീൻ ഈസ് കമ്മിങ്. ആ ക്വീൻ വന്നിട്ട് പെർഫോം ചെയ്യുകയാണ്. ആ രീതിക്കുള്ള ഡ്രസ്സേ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് എങ്കിൽ ഒരു പാട്ടും കൂടെ ആയാലോ? അബയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഞാനിപ്പോൾ അയ്യോ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. കൽബിൽ പാടിയാലോ? അല്ല, ഞാൻ പുന്നാരക്കാട്ടിലെ പാടും. മലയക്കോട്ടെ വാലിബൻ. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ, പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. അടിപൊളി. അടുത്തുനിന്ന് കേൾക്കുമ്പോഴത്തേക്കേ അതിപ്പം നിങ്ങൾക്കത് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പം സ്ഥിരം പാടുന്ന ആൾക്കാർക്ക് അതറിയില്ല. പക്ഷെ നമ്മളിതിങ്ങനെ കേട്ടിട്ട് അടുത്തു നിന്ന് അത് പാടിയ ആളിങ്ങനെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അത് ഭയങ്കര വലുതാണ്. അതിപ്പോൾ എൻ്റെ പ്രേക്ഷകരും അത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം അഭയ ഒരു മൾട്ടി ടാലൻറ്റഡ് ആണ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം ഇപ്പം ഇപ്പം പണി സിനിമയിലെ അഭിനയം കണ്ടാൽ ഇപ്പം ഒരു പുതുമുഖ അഭിനയത്തിൽ നിന്നും ആരും പറയില്ല. അങ്ങനെ കമന്റുകൾ കേട്ടിട്ടുണ്ടാവില്ല? അതുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്കൊരു പുതുമുഖത്തിനൊരു സ്റ്റാർട്ടിങ് ട്രബിളോ അങ്ങനെ ഒന്നും ഫീൽ ആവും. നേരത്തെ അഭിനയിച്ചു വന്ന ഒരാൾ, പിന്നെ മാത്രമല്ല അഭയ ഭയങ്കര നമുക്കൊക്കെ പരിചിതമായൊരു മുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ആള് വരുന്നു അങ്ങനെ ഒരു സാധനം നമുക്കും തോന്നാറേ ഇല്ല. അപ്പം അതേപോലെ തന്നെ പിന്നണി ഗാനം ഉണ്ട്, അതേപോലെ സ്റ്റേജ് ഷോ ഉണ്ട്, അതേപോലെ തന്നെ അല്ലാതെ നമ്മളിപ്പം ഒരു ആസ് എ വുമൻ ഒരു എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ് അഭയ. ഇതിപ്പം എല്ലാ രീതിയിലും എല്ലാ തരത്തിലും പ്രചോദനമാണ്. അപ്പം ഒരു മൾട്ടി ടാലന്റഡ് ആണെന്ന് പറയാം അഭയ. അപ്പൊ ഇതിൽ ഞാൻ ചോദിക്കുന്നത്, പ്രണയം ഏതിനോടാ കൂടുതൽ? അഭിനയമാണോ പാട്ടാണോ? സ്വാഭാവികമായിട്ടും പാട്ട് തന്നെ ആയിരിക്കും അല്ലേ? എല്ലാം എക്സ്പ്രഷനാണ്. അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്തതും എക്സ്പ്രഷനാണ്, അത് അഭിനയം ആണെങ്കിലും എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ പാട്ട് പാടുന്നത് സ്റ്റേജിലാണെങ്കിലും സ്റ്റുഡിയോയിലാണെങ്കിലും. സോ ഐ കൺസിഡർ എവറിത്തിങ് ഈസ് എൻ ആർട്ട്. സോ ഇതെല്ലാം എക്സ്പ്രഷൻ്റെ ഭാഗമാണ്, ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ്. സോ എവറിത്തിങ് ഇസ് മ്യൂസിക് ആൻഡ് എവറിത്തിങ് ഇസ് ആർട്ട്. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ചോദിച്ചാൽ ഇപ്പം ഇതിന് തന്നെ ഓരോരുത്തർക്കും ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്. പക്ഷെ അഭയയുടെ ആൻസർ ഒന്നും അങ്ങനെ ആയിരിക്കുകയില്ല. നമ്മൾ വിചാരിക്കാത്ത തലത്തിലൊക്കെ അതിനുശേഷം ഞാൻ വിചാരിക്കും. ഇപ്പൊ തന്നെ ഞാൻ എത്ര വട്ടം വിചാരിച്ചറിയാം, ഇതിന് ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടല്ലേ. അപ്പം അത് സ്വയം ഇരുന്നിട്ട് ഞാൻ ഒരുപാട് ആലോചിക്കും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ രീതിക്ക് ഞാൻ പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ ആ രീതിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്. അത് താനേ വരുന്നൊരു കാര്യമാണ്. ഞാനും ആലോചിക്കുന്നത് ഇതല്ലല്ലോ ഞാൻ പറയേണ്ട ആൻസർ, പക്ഷെ എനിക്ക് വേറൊരു ആൻസർ കിട്ടാറുണ്ട് എപ്പോഴും. പക്ഷെ അത് അടിപൊളിയാണ്. നമ്മൾ ചിന്തിക്കാത്ത വേറൊരു തലത്തിലും കൂടെ ഒരു ആൻസർ വരുന്നുണ്ടല്ലോ. ഈ പണിക്ക് 2ാം ഭാഗം വരുന്നു കേൾക്കുന്നു, അതിലും പ്രതീക്ഷിക്കാവോ ഭയേ? എനിക്ക് തോന്നുന്നു അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ടോട്ടലി ഒരു ഡിഫറെന്റ് സ്റ്റോറിയാണെന്നൊക്കെ. So I don't know actually. ഓക്കെ. ഇപ്പം ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാലം കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയിപ്പം എല്ലാവരുടെയും ഒരു ഗോൾ എന്ന് പറയുന്നത് തന്നെ സ്വന്തം ഒരു സംഗീത സംവിധാനം ആ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടോ? അഭയക്ക് അങ്ങനെ ഒരു ആഗ്രഹം? അല്ല, തീർച്ചയായിട്ടും അതെല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും യു ഷുഡിൻറ്റ് ബി ഡിപ്പെൻഡ് ഓൺ ഫിലിം മ്യൂസിക്. അത് സിനിമകളിൽ പാട്ടുണ്ടാകുന്നത് എത്ര കാലം ഉണ്ടാവുന്നത് പോലും നമുക്ക് ഇനി അറിയത്തില്ല. അപ്പോൾ മാത്രമല്ല അത് ഒരു വേറൊരു സംവിധായകൻ്റെ പാട്ട് നമ്മൾ കടം കൊണ്ട് പാടുന്നതാണ്. അപ്പോൾ അതിന് സംവിധായകൻ്റെ ഒരു എക്സ്പ്രഷനുണ്ട്. ആ എക്സ്പ്രഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാടേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു 10% 20% ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം. പക്ഷെ നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു അനുഭവ സമ്പത്തിന്റെ പുറത്താണ് നമ്മൾ പാട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എത്ര പേര് എത്ര പാട്ടുണ്ടാക്കിയാൽ അവരെ എത്ര അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും പാട്ടുണ്ടാക്കണം എന്നുള്ളതാണ്. വീട്ടിൽ അമ്മ മ്യൂസിഷ്യനാണ്, അമ്മ പാടും,
അമ്മ പാടും, അമ്മ കമ്പോസ് ചെയ്യും. അങ്ങനെ അമ്മയുടേതായ ഒരു എക്സ്പ്രഷൻ അമ്മ ചെയ്യാറുണ്ട്. സിസ്റ്ററും പാടോ? സിസ്റ്റർ പാടില്ല, വളരെ നല്ല ആസ്വാദകയാണ്, വളരെ നല്ല ക്രിട്ടിക്കാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ കുടുംബ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? അതോ ഈ പാട്ടിൽ സംഗീതത്തിലങ്ങ് മുങ്ങോ? അയ്യോ ഇല്ലില്ല, സംഗീതത്തെ മുങ്ങുന്ന പരിപാടിയല്ല. നല്ല നല്ല അടി ഉണ്ടാവാറുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് വീട്ടില്. ഓക്കെ. ഞാൻ ഈ അമ്മയ ആക്ച്വലി കുറച്ച് ഫുഡിയാന്ന് തോന്നുന്നു. നല്ല ഫുഡിയാണ്. അപ്പം എന്താ ഫേവറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടോ എന്തെങ്കിലും? ഇല്ല, എനിക്ക് ഫുഡ് ഒന്ന് ഫേവറേറ്റ് ആണെന്നില്ല. എനിക്ക് എല്ലാം എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ്. അത് എനിക്ക് തായ് ഇഷ്ടമാണ്, എനിക്ക് ഇവിടെ നാടൻ ഫുഡ് ഇഷ്ടമാണ്, ചൈനീസ് ഇഷ്ടമാണ്. കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പം ഈ ഇപ്പം സംഗീത സംവിധായകരെ സംബന്ധിച്ച് ഞാനിപ്പം ഇവിടെ കുറേ സംഗീത സംവിധായകരൊക്കെ അല്ലെങ്കിൽ പാട്ടുകാരൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് ടെൻഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ഒന്നുകിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സിനിമ കാണുക. പക്ഷെ എങ്കിൽ കൂടുതൽ പേർ എനിക്കൊരു 98% ആൾക്കാരും ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പാട്ടും സംഗീതത്തെ നമ്മൾ നേരെ തിരിച്ചാ. ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് പാട്ടുകാരെന്താ ടെൻഷൻ മാറ്റാൻ ചെയ്യുന്നത് ഞാനിരുന്ന് സീരീസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഒരിക്കലും പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ തല വർക്ക് ചെയ്യും, പാട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് തല വർക്ക് ചെയ്യും. സോ ടെൻഷൻ ഫ്രീ അല്ല നമുക്ക് പാട്ട് എപ്പോഴും നമുക്ക് സ്റ്റഡിയാണ്. ഈ നമുക്ക് ഇപ്പം വീട്ടിലും ഒക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മളെ ഈ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാത്തിലും ഒക്കെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ. എന്റെ അമ്മയ്ക്ക് ഇന്നേ വരെ പ്രശ്നം, ഞാനൊരു നല്ല ഗായികയല്ല. അമ്മയ്ക്ക് ഇന്ന് ഞാനൊരു മൂളിക്കഴിഞ്ഞാലും ആ നോട്ട് തെറ്റാണ്, അതൊരു ഇന്റർനാഷണൽ പ്രശ്നമാണ്, ഇങ്ങനെയല്ല പാടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് പിന്നെ ഒരു വശത്ത് നിന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സൈബർ അറ്റാക്കുകൾ കാര്യങ്ങൾ വരും. ഈ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക? സംടൈംസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. നമ്മളത് മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള അമ്മ അത് മനസ്സിലാക്കണം എന്നുള്ളത് ഇല്ല. കാരണം അവരത് കണ്ട് ശീലിക്കാത്തൊരു കാര്യമാണ്. അവർക്ക് ചിലപ്പോൾ ശീലമുള്ളത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഇപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയും ഒക്കെ വന്നിട്ട് അവരോട് അവരുടെ കുട്ടിക്കാലത്ത് നീ ഡ്രസ്സ് ഇടരുത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ശീലമായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളോട് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയോ ഇപ്പുറത്തെ വീട്ടിലെയോ ചേട്ടനോ അല്ല പറയുന്നത്, ഏതോ ലോകത്തിരിക്കുന്ന ഏതോ ചേട്ടൻ വന്നിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, ഇതിങ്ങനെ നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുള്ള, ഏതോ ആൾക്കാർ വന്ന് നമ്മളോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല. നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത് ദൈവമാണ്. അത് എത്രത്തോളം മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും അത്രത്തോളം മനോഹരമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അടിപൊളി. ഇപ്പം സമയം കുറവായതുകൊണ്ട്, കാരണം കുറേ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്, കുറേ ചോദിക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. ഒരു പാട്ടും കൂടെ ആയാലോ? ഞാൻ പാടാം. ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടിൻ്റെ ചെറിയൊരു വരി. കമീല കമീല അവളുടെ കണ്ണില കണ്ണില ഓളെൻ്റെ ഉള്ളില ഉള്ളില ചിരിക്കട വെണ്ണില വെണ്ണില. കമീല കമീല അവളുടെ കണ്ണില കണ്ണില ഓളെൻ്റെ ഉള്ളില ഉള്ളില ചിരിക്കട വെണ്ണില വെണ്ണില. തുള്ളിച്ചടന മിന്നല മിന്നല അള്ളാവു നിന്റെ ഉള്ളില ഉള്ളില. സ്നേഹം തരണ തേന്നില തേന്നില നീ എൻ്റെ പൂനില പൊന്നല. കമീല 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 കമീല. കമീല എൻ്റെ ഡോഗാണ്. കമീല സുഖമായിട്ടിരിക്കുന്നു? കമീല സുഖമായിരിക്കുന്നു. നമുക്ക് നല്ല ഭംഗിയുള്ള കണ്ണുകളാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള പട്ടിക്കുട്ടിയാണ് കമീല. ഓക്കെ. ഈ നമ്മളെ ഒരു സംഗീതം ഫോളോ ചെയ്യുന്ന ഒരാളിനെ, അതല്ലെങ്കിൽ സംഗീതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ശബ്ദം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാ റൊട്ടീൻ? എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമോ? പ്രത്യേകിച്ച് ചെയ്യില്ല, പക്ഷേ കോൺഷ്യസ്ലി ചില സമയത്ത് ടേക്ക് കെയർ ചെയ്യാറുണ്ട്. നമ്മൾ ബഹളം വയ്ക്കുന്നൊരു അല്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കേണ്ട സ്ഥലത്ത് അത് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഓക്കെ. അതല്ലാണ്ട് വേറെ പർട്ടിക്കുലർ ഐസ്ക്രീം കഴിക്കുക അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ കോൺഷ്യസ്ലി ഇതിങ്ങനെ വോയിസ് ആർട്ടിസ്റ്റ് ആണ്, അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും മാനിക്കണം എന്നുള്ളത് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാറുള്ളത്? വിമൻസ് ഡേ ആയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. യു ഷുഡ് ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അവിടെ നിന്ന് തുടങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം. അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് യു ഷുഡ് ലവ് യുവർ സെൽഫ്. Great. Thank you so much. Thank you, such a pleasure. Thank you. Yeah, thank you so much. And happy Women's Day once again. Thank you. Thanks. Same to you.